അപ്പോൾ ദേ ഇന്ന് നമ്മൾ നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകളെ ഫീഡ് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത് പുലിവാഹ, മയിൽവാഹ അല്ലെങ്കിൽ നീലവാഹ എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ്. മുമ്പ് നമ്മൾ ഫീഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഓവർഫ്ലോ സൈഫണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വെള്ളം കറക്റ്റായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവല് കണ്ടില്ലേ, വെള്ളം കറക്റ്റായിട്ട് അതിനകത്ത് ലെവൽ ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ സെറ്റ് ചെയ്ത ലെവലിൽ ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. മഴവെള്ളം പെയ്ത സമയത്താണ് ഇത് കയറിയത് കേട്ടോ, കുറച്ച് വെള്ളം താഴ്ന്നാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൈഫണൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മഴക്കാലത്ത് ഓവർഫ്ലോ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ചൂടൊക്കെ ഉള്ള സമയത്ത് ഇതിനകത്ത് വെള്ളം കുറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഈ സൈഫൺ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ, അസോളയൊക്കെ ആ ഒരു ചെടി കണ്ടില്ലേ അതിനകത്ത്, അത് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചെമ്മീനാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ചെമ്മീൻ ഞാൻ കുറച്ച് നാൾ മുമ്പ് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്, ഫ്രീസറിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർന്ന് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ അടുത്തത് എടുക്കാറ്. അപ്പോൾ നമ്മൾ ചിക്കനും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണല്ലോ പോളിസി. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് വെച്ചത് വേണം ഫസ്റ്റ് എടുത്ത് തീർക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചെമ്മീൻ എടുത്ത് തീർത്തതിന് ശേഷം പിന്നെ ചിക്കൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെമ്മീനും ചിക്കനുമാണ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ചെറിയൊരു PVC ഫ്രെയിമാണ്. ഇന്ന് നമ്മളൊന്ന് ഡിഫറൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, കാരണം ഇതിനകത്ത് ഈ അസോള എന്ന് പറയുന്ന ചെടി കണ്ടില്ലേ, അതിനകത്ത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PVC നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PVC ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ സ്പേസ് ഉണ്ടാക്കാം, ഈ ഒരു ചെടി മാറ്റിയിട്ട്. അപ്പോൾ അതിനകത്ത് ഫീഡ് ചെയ്താൽ അവരെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിന് മുമ്പൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് മീനുകളെ നമുക്ക് കാണാൻ പറ്റില്ല, അവർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നത്. ഇപ്രാവശ്യം ഈ ഒരു ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് വർക്കൗട്ട് ആവുന്നത്, കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവർക്ക് പുതിയ എന്തെങ്കിലും ഒരു സെറ്റപ്പ് നമ്മൾ കാണിക്കുമ്പോൾ അവർ മാറി നിൽക്കുകയാണ് പതിവ്. അവർ പെട്ടെന്നൊന്നും അടുത്തേക്ക് വരില്ല പുതിയൊരു സംഭവം ചെയ്യുമ്പോൾ. അപ്പോൾ ഈ PVC ഇട്ടിട്ടുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇതിനകത്ത് ഫുള്ള് ആൽഗെ അടിച്ച് എടുക്കുകയാണ് വെള്ളത്തിനകത്ത്. പിന്നെ അതിൻ്റെ മുകളിൽ അസോളയുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സാധാരണ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവർ ഫുഡ് കഴിക്കാറുണ്ട്, നല്ല രീതിയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യാറുമുണ്ട്. ആ രീതിയിൽ ഇപ്പോഴും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സാധാരണ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അവർ സ്ട്രൈക്ക് ചെയ്യാറുണ്ട് ഡയറക്റ്റ് വന്നിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പിലോ അല്ലെങ്കിൽ ഒരു ഈർക്കിലിയിലോ കുത്തി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ വന്നവർ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്, കടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ടൊന്ന് നമുക്ക് ക്യാമറയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ അത് കൊളുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ആ സ്ട്രൈക്കിംഗ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ചെമ്മീൻ്റെ പീസ് ഒരു ഈർക്കിലിയിൽ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ടാങ്ക് നിങ്ങൾക്കറിയാം, ചെറിയൊരു ടാങ്കാണ്. ഇതിനകത്ത് നമ്മൾ 6 മലബാർ സ്നേക്ക് ഹെഡുകളെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ചെറിയ സൈസിന് നമ്മൾ വാങ്ങിയതാണ്. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അറിയാം, നമ്മൾ വാങ്ങിയ സമയത്ത് എത്ര സൈസ് ഉണ്ടായിരുന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും, ഏത് സൈസിലാണ് നമ്മൾ വാങ്ങിയെന്നുള്ളതും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ സൈസിനാണ് നമ്മൾ വാങ്ങിയത്, 6 എണ്ണത്തിനെ വാങ്ങിയതിനകത്ത് ഇട്ടിട്ടുണ്ട്. സൈസും കാര്യങ്ങളൊന്നും ഇപ്പോൾ എത്രയായി അല്ലെങ്കിൽ ഗ്രോത്ത് എത്രയായി നമുക്കറിയില്ല, കാരണം ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകൾ മാത്രമല്ല കിടക്കുന്നത്, ഇതിനകത്ത് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്. അതായത് ചെറിയ സൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ 2 എണ്ണം വലുത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ടബ്ബുകളിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ 8 ചെറിയ പീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 8 ചെറിയ പീസ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 3 ഇഞ്ച് വരുന്ന ചെറിയ പീസുകളാണ് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ. അത്ര വലുപ്പമുള്ളതൊന്നുമല്ല, 3 ഇഞ്ച് വരുന്ന ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ്. അപ്പോൾ അവർ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു ടാങ്ക്, കാരണം ഇത് ജസ്റ്റ് ഹൈറ്റ് കുറഞ്ഞൊരു ടാങ്കാണ്. നീളമുണ്ട്, നമുക്ക് 7 അടി നീളമുണ്ട് ഈ ഒരു ടാങ്കിന്, 4 അടി വീതിയുണ്ട്. പക്ഷേ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് കട്ടയുടെ ഡെപ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെടി വളർത്താനൊക്കെ വളരെ നല്ലതാണ്. കണ്ടില്ലേ, സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ മീൻ ഇങ്ങനെ ഈ കുത്തി കൊടുക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ മീനുകളെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഈവൻ നമ്മൾ ഈ ഒരു അസോളം നീക്കിയാൽ പോലും അവരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം വെള്ളത്തിൻ്റെ കളർ പച്ച കളറിലാണ് കിടക്കുന്നത്. കണ്ടില്ലേ, അവർ വന്ന് കടിക്കുന്നത് കണ്ടില്ലേ, അത് ഫുഡാണെന്ന് വിചാരിച്ചാണ് ഈ കടിക്കുന്നത്. നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഞാനിപ്പോൾ എൻ്റെ വിരലെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഫുഡാണെന്ന് വിചാരിച്ച് അധികം വന്ന് കടിക്കും. ചിലപ്പോൾ കടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, മുമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു, വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് കടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, അവർ കറക്റ്റായിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്ത സാധനം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് ഈ ഒരു ടാങ്ക് ഓക്കെയാണ്. അവർ ചെറുതാണ്, പിന്നെ സ്ലോ ഗ്രോത്ത് ആണ് അവരുടെ. പക്ഷേ ഈ ഒരു മലബാർ സ്നേക്ക് ഹെഡുകളുടെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റാണ്. കുറച്ച് കാലം നമുക്ക് ഈ ടാങ്കിൽ വളർത്താം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സ്പേസിലേക്ക് മാറ്റേണ്ടി വരും. നീളം ഓക്കെയാണ്, നീളം വിഡ്ത്തും ലെങ്ത്തൊക്കെ ഓക്കെയാണ്.
പക്ഷേ ഡെപ്ത്ത് അവർക്കത്ര പോരാ. പക്ഷേ ഈ മലബാർ സ്നേക്കഡുകൾ മറ്റ് മീനുകളുടെ പോലെ ഫാസ്റ്റായിട്ട് നീന്തി നടക്കുന്ന മീനുകളൊന്നുമല്ല. അവർ ഏതെങ്കിലും ഒരു സ്ഥലത്തും ഷെയ്ഡിന് കീഴിലൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ നിൽക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ച് കാലത്തേക്കൊക്കെ. അല്ല വല്ലാണ്ട് വലുതായി കഴിഞ്ഞാൽ ഈ ഒരു ഡെപ്തിലൊന്നും വരെ വളർത്താൻ പറ്റില്ല. നീളവും വീതിയൊക്കെ ഓക്കെയാണ്, പക്ഷേ ഡെപ്ത്ത് കുറവാണ്. ഡെപ്ത്ത് കുറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് അവർക്ക് ഡയറക്റ്റ് അവരുടെ ശരീരത്തിലൊക്കെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഷെയ്ഡായിട്ടൊരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മരം കുറച്ച് നാൾ മുമ്പ് മുറിച്ച് കളഞ്ഞു. അതുകൊണ്ട് നല്ല ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഉച്ച സമയത്തൊക്കെ വന്ന് ഈ സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ പൊള്ളുന്നുണ്ട്. ശരിക്കും ടാർപോളിനൊക്കെ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട്. ഞാൻ ഈ വെള്ളവും ഒരു ദിവസം ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ചൂട് വരുന്നുണ്ട്. ഈ അസോള ഈ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് കിടക്കുന്നത് കൊണ്ട് വെള്ളം വല്ലാതെ പ്രശ്നം വരുന്നില്ല. എന്തായാലും മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കിയിരുന്നു. പ്രശ്നം പറ്റാൻ നല്ല സാധ്യതയുണ്ട്. അത്രയും ചൂടാണ് വന്നിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നം ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ അഡാപ്റ്റ് ആവുന്നുണ്ട്. ഈ സ്നേക്ക് ഹെഡുകളെല്ലാം നമുക്കറിയാമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ്. അവർക്ക് എയറേഷനൊന്നും വലിയ പ്രശ്നമില്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് അവർക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഹാർഡി ആയിട്ടുള്ള മീനുകളാണ് ഈ മലബാർ സ്നേക്ക് ഹെഡുകൾ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കൊടുത്ത ചെമ്മീനൊക്കെ അവർ നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മൾ ഈർക്കിലിയിൽ കൊത്തിയതെല്ലാം അവർ കഴിച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ നമ്മൾ ഈ ഒരു PVC ഇട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വർക്കൗട്ട് ആവുന്നത്. കണ്ടില്ല, നമ്മളിങ്ങനെ ഇളക്കി ഇതുപോലെ സ്പേസൊക്കെ ആക്കി കഴിഞ്ഞാൽ അവർ വരാൻ ബുദ്ധിമുട്ടാണ്. അവർ ഇവിടെ നിന്ന് മാറി നിൽക്കും. അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു അസോള എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവരെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇത് കൊണ്ടുവന്നത്. പക്ഷേ നമുക്ക് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ ഇതുപോലെ അവർക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഈ ടാങ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മാറി നിൽക്കും. അത് നമ്മൾ മുമ്പ് പല സംഭവങ്ങളിലും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ആ ഒരു സ്വഭാവം മാറും. മുമ്പ് ബിഹേവ് ചെയ്ത പോലെ ആയിരിക്കില്ല പിന്നെ അവർ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവരെ സ്ഥിരമായിട്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് അതിൽ ഫീഡ് ചെയ്ത് നമ്മൾ ശീലിപ്പിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. ഇതിപ്പോൾ അറിയില്ല എന്താണെന്നുള്ളത്, എന്താണ് ഈ കിടക്കുന്നതെന്നൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും കൊടുത്ത് നോക്കാം. അവർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, അവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പക്ഷേ വരുന്നില്ല അവർ. കണ്ടില്ലേ, നേരത്തെ ക്ലിയർ ആയിട്ട് അവർ എടുത്തിരുന്നു. നമ്മൾ കവർ ചെയ്ത് കിടന്നിരുന്ന സമയത്ത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടുത്തുകൊണ്ട് പോയിട്ടോ വയസ്സ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഒരെണ്ണം വന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അടിയിൽ കൂടെയാണ് അവർ വരുന്നത്. അതായത് മുകളിൽ കൂടെ വന്ന് എടുക്കുകയല്ല ചെയ്യുന്നത്, താഴേക്കൂടെ ഡെപ്ത്, അതായത് ആഴത്തിൽ വന്ന് എടുത്ത് പോവുകയാണ്. നമ്മൾ അല്ലാതെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവർ എടുക്കുന്നത്. കണ്ടില്ല, ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ അവർ എടുക്കുന്നില്ല. നല്ല രീതിയിൽ താഴ്ത്തി കൊണ്ടുപോയി ആ ഒരു ഇരുട്ട് ആവുന്ന ഒരു ഏരിയ ഇത് വരുമല്ലോ, ആ ഒരു സാഹചര്യത്തിലാണ്. കണ്ടില്ലേ, എപ്പോഴും എടുത്തിട്ട് പോയി. കണ്ടോ, ഒരു സാധനം എടുത്തിട്ട് പോയിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അത് നല്ല ഡെപ്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവർ എടുക്കുന്നത്, മുകളിലേക്ക് വന്ന് എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ അവർക്ക് അടിക്കുമ്പോൾ അവർ കുറച്ച് അൺകംഫർട്ടബിൾ ആവുന്നതാണ്. കാരണം അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുട്ടിലാണല്ലോ കിടക്കുന്നത്. അവർക്ക് അതാണ് ഇഷ്ടം കൂടുതൽ. ഈ പുലിവാകളൊക്കെ കൂടുതലും ഈ ഷെയ്ഡിന് കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ഷെയ്ഡൊക്കെ മാറ്റുമ്പോൾ ആ ഒരു വ്യത്യാസം അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പരിചയമാവും. അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണോ വേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. അങ്ങനെ ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് പ്രശ്നം വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫീഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർ മാറിപ്പോവും. പിന്നെ ഒന്നും ചിലപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ക്യാമറയിൽ കിട്ടില്ല. അവർ പിന്നീട് വന്ന് കഴിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് മൊത്തം അവിടെ ഇട്ട് കൊടുത്തിട്ട് പോവാം, വിഷയമൊന്നുമില്ല. അവർ പിന്നീട് വന്ന് കഴിച്ചോളും. പക്ഷേ ക്യാമറയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് പറ്റിയ ഒരു സമയവും അതുപോലെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, സാധാരണ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറില്ല. പക്ഷേ ഈ PVC ഫ്രെയിം ഇടാറില്ല. ഡയറക്റ്റ് അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കും. ഈ ഒരു അസോളയുടെ അവിടെ നമ്മൾ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അവർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു PVC എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഈ ഈർക്കിലിയിൽ കുത്തി കൊടുക്കുമ്പോഴും അവർ എടുക്കുന്നില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് അവർ അവിടെ നിന്ന് മാറിപ്പോയി. സാധാരണ നമ്മൾ കൊണ്ടുവന്ന ഫുൾ ചെമ്മീൻ കഴിയുന്നവരെ അവർ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അവസാനമാകുമ്പോൾ സ്ട്രൈക്ക് കുറച്ച് കുറയും, കാരണം അവർക്ക് വയറ് നിറഞ്ഞ് കാണും കുറച്ചൊക്കെ. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അവർ ഡയറക്റ്റ് സ്ട്രൈക്ക് ചെയ്യാറില്ല. ഞാൻ താഴേക്ക് പോകുന്നതാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ അവർ പിന്നീട് വന്നത് ക്ലീൻ ആക്കിക്കോളും. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സക്കർ കാറ്റ് ഫിഷുകളുണ്ട്, ചെറിയ സ്നെയിലുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് സ്കാവഞ്ചിങ് വർക്കൊക്കെ ചെയ്ത് അത് മൊത്തം ക്ലീൻ ആക്കിക്കോളും. പിന്നെ ഇപ്പോൾ ചൂട് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്രഷ് വെള്ളം കയറാറുണ്ട്. ആ സമയത്ത് അത്യാവശ്യം ഡിസോൾവ്ഡ് ഓക്സിജനും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും. പിന്നെ ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്, വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് കിടക്കാനായിട്ട്. പിന്നെ ഒരു മെയിൻ ഇഷ്യൂ ഈ ഒരു ടാങ്കിൽ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൺലൈറ്റിൻ്റെ ഇഷ്യൂ ആണ്. നല്ല ചൂട് വെയിൽ വരുന്ന സമയത്ത്
അത്യാവശ്യം അതിന് ടാങ്കിന് ചുറ്റും വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചൂടാവുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ മഴ കാര്യങ്ങളൊക്കെ വരാറായി, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചൂടിന് കുറവൊന്നുമില്ല. എങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കറിയാലോ ജൂൺ മാസമൊക്കെ ആയി, അപ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഇനി സമ്മർ സീസൺ വരുന്ന സമയത്ത് ഗ്രീൻ ഷെയ്ഡൊക്കെ കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഗ്രീൻ നെറ്റൊക്കെ കെട്ടി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ മീനുകൾക്കൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.